എൻ്റെ ഫാമിലിയിൽ ഏറ്റവും ഇളയ മോള് ഞാനാണ്. എൻ്റെ മേളിൽ 2 എൽഡർ സിസ്റ്റേഴ്സാണ് ഉള്ളത്. അപ്പോൾ കുഞ്ഞിലെ ഒരു 5-6 വയസ്സുള്ള സമയത്തൊക്കെ ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു, ഒരു എൽഡർ ബ്രദർ ഉള്ളതായിരുന്നു ബെറ്റർ. അവർ കുറച്ചുകൂടെ കെയറിങ് ആയിരിക്കും, കുറച്ചുകൂടെ കാര്യങ്ങളിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കും, പ്രൊട്ടക്റ്റീവ് ആയിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു. അതിന് മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ 2 എൽഡർ സിസ്റ്റേഴ്സ് അവർ രണ്ടുപേരുമായിരുന്നു കൂടുതൽ ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നത്. എന്നെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാറില്ലായിരുന്നു. അല്ലെങ്കിൽ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഞാൻ കയറി ചെന്നാൽ അവരെന്നെ പറഞ്ഞു വിടും, അല്ലെങ്കിൽ മിണ്ടാതിരിക്കും. അപ്പം ഞാൻ അത് പോയി ഉമ്മടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യുന്നതും എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ കുഞ്ഞിലെ. പക്ഷേ കുറേ വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ദാറ്റ് അവരുമായിട്ടുള്ള ബോണ്ടിങ് ശരിക്കും സ്ട്രോങ് ആയിട്ടേ ഉള്ളൂ. ഞാനും എൻ്റെ രണ്ടാമത്തെ സിസ്റ്ററും തമ്മിൽ 2 വയസ്സിന് വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ തമ്മിൽ ലൈക്ക് എവറി സിബ്ലിങ് അടിയും വഴക്കും അതേസമയം ഷെയറിങ്ങും കെയറിങ്ങും ഉണ്ടായിരുന്നു. അത് മാത്രമല്ല വി വർ മോസ്റ്റ്ലി ട്രീറ്റഡ് ലൈക്ക് ഈക്വൽസ്. ഞാനും എൻ്റെ മൂത്തെത്താൻ തമ്മിൽ പക്ഷേ 8 വയസ്സിന് വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഉള്ളതൊന്നും എനിക്കങ്ങനെ ഓർമ്മയില്ല. അപ്പം കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞായി കഴിഞ്ഞപ്പം ശരിക്കും ആ കുഞ്ഞിലൂടെ ആയിരിക്കണം ഞങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് വളരെ സ്ട്രോങ് ആയി. ഇപ്പം ഞാൻ ആലോചിക്കുമ്പം അന്ന് പണ്ട് ആഗ്രഹിച്ചതുപോലെ ഒരു ബ്രദർ വേണമെന്നോ അല്ലെങ്കിൽ ഒരു സിംഗിൾ ചൈൽഡ് ആയിരുന്നെങ്കിലോ അങ്ങനെയുള്ള ചിന്തകൾ എനിക്ക് തീരെ ഇല്ല. ബിക്കോസ് ഐ ഫീൽ വെരി ലക്കി ടു ഹാവ് സിസ്റ്റേഴ്സ് അറൗണ്ട് മീ. ബിക്കോസ് എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട് ദാറ്റ് നമ്മൾ ഗേൾസിന് ഫ്രീ ആയിട്ട് സംസാരിക്കാനും നമ്മൾ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാനും പറയാതെ തന്നെ ചില കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പറ്റുന്നത് നമ്മുടെ ലൈഫിലുള്ള വേറെ ഗേൾസിനായിരിക്കും. അത് ഇപ്പം നമ്മുടെ സിസ്റ്റേഴ്സ് ആയിക്കോട്ടെ, നമ്മുടെ ഗേൾ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നമ്മുടെ മദേഴ്സ് ആയിക്കോട്ടെ, അവർക്കൊക്കെയാണ് കൂടുതലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം സോ ഐ ഫീൽ വെരി ലക്കി ടു ഹാവ് ദം അറൗണ്ട്. ആൻഡ് ഇനി എത്ര വഴക്കിട്ടാലും അടിയിട്ടാലും ഇതൊന്നും ഞാൻ അവരോട് ഏറ്റു പറഞ്ഞില്ലെങ്കിൽ പോലും ദാറ്റ് ഈസ് ദ ട്രൂത്ത്, ദാറ്റ് സിസ്റ്റേഴ്സ് ആർ സ്പെഷ്യൽ.